തെങ്ങ് വീണ വീട് തകർന്ന ഓട്ടോ തൊഴിലാളിക്ക് സ്നേഹ വീടൊരുക്കി സഹപ്രവർത്തകർ. കൊല്ലം പുനലൂർ പനമണ്ണറ സ്വദേശി രാമചന്ദ്രനാണ് CITU പ്രവർത്തകരായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് മനോഹരമായ വീടൊരുക്കി നൽകി മാതൃകയായത്. ഈ കിടക്കുന്ന തെങ്ങിൻ തടിയാണ് 3 വർഷം മുമ്പ് രാമചന്ദ്രനും ഭാര്യയ്ക്കും ഏക മകൾക്കും ആശ്രയമായിരുന്ന ആകെയുണ്ടായിരുന്ന കിടപ്പാടം തകർത്തത്. തകർന്ന വീട്ടിൽ കണ്ണീരോടെ കഴിഞ്ഞ രാമചന്ദ്രനെ സഹപ്രവർത്തകർ ഒന്നിച്ചു ചേർത്തു നിർത്തി. ഇന്ന് രാമചന്ദ്രൻ്റെയും കുടുംബത്തിൻ്റെയും കണ്ണുകൾ വീണ്ടും നിറയുന്നു. ആ കണ്ണീരിൽ നിറയെ സന്തോഷവും ചേർത്തു പിടിച്ചവരോടുള്ള നന്ദിയുമാണ്. ഒരുപാട് നാളത്തെ ഒരു മോഹമായിരുന്നൊരു വീട് വെക്കണമെന്ന് ശരിക്കും പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ എനിക്കൊരു വീട് വെച്ച് തന്നു. നല്ല സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നൊരു കാര്യം, അത് ഭയങ്കര സന്തോഷമായി. മുൻ നഗരസഭാ ചെയർമാനും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറിയുമായ MA രാജഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒന്നിച്ചു ചേർന്ന രാമചന്ദ്രന് വീടൊരുക്കിയത്. തൊഴിലാളികളെ സംബന്ധിച്ച് കോവിഡാനന്തരം അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടാണ്. ഓട്ടോ തൊഴിലാളിക്ക് യഥാർത്ഥത്തിൽ വരുമാനമില്ല. അപ്പോൾ ജീവിതം പ്രതിസന്ധിയിലായി നിൽക്കുന്ന കാലത്തും ഈ വീണുപോയ രാമചന്ദ്രനെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഓട്ടോ തൊഴിലാളികൾ ചെയ്ത ഏറ്റവും വലിയ കർമ്മം. ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ ഒരു ദിവസത്തെ വരുമാനം നീക്കിവെച്ചും സുമനസ്സുകളുടെ സഹായത്തോടെയുമാണ് സ്നേഹവീട് നിർമ്മിച്ചത്. 2 മുറികളും ഹാളും അടുക്കളയും അടങ്ങുന്ന വീടിന്റെ നിർമ്മാണ ചുമതല ഹാബിറ്റാറ്റിനായിരുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ വ്യാഴാഴ്ച സ്നേഹവീട് രാമചന്ദ്രനും കുടുംബത്തിനും സമ്മാനിക്കും. കാക്കിയിട്ട സഖാക്കൾ ഒന്നിച്ചൊരുമിച്ചൊന്ന് കൈകോർത്തപ്പോൾ സഹപ്രവർത്തകർ ഒരുങ്ങിയത് അതിമനോഹരമായൊരു വീട്. പുനലൂരിൽ നിന്നും പ്രതിവാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.